നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം കൊടിയിറങ്ങി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. ചാലക്കുടി നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ വെറും പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വൈക്കോലിന് വിലയില്ല, കുടില് കെട്ടി പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം കൊടിയിറങ്ങി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു ഉപചാരം ചൊല്ലൽ. രാവിലെ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ മണികണ്ഠനാലിൽ നിന്നും നായ്ക്കനാലിൽ നിന്നും ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി. എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തി ഇരുവിഭാഗത്തിന്റെയും മേളവും കുടമാറ്റവും നടന്നു. ഇതിനുശേഷമായിരുന്നു വടക്കുംനാഥനെ സാക്ഷിയാക്കി ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലൽ. തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലലിന് ശേഷമായിരുന്നു പകൽ വെടിക്കെട്ട്. ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. 2025 മെയ് 6-നാണ് അടുത്ത തൃശൂർ പൂരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. കൊടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പൊതുസമ്മേളനം KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. KO വർഗീസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA BD ദേവസി, AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിവേക്, നേതാക്കളായ KV നൈജോ, CM ബബീഷ്, അമ്പിളി സോമൻ, KC ജെയിംസ്, KA വിജയൻ, ഷോജൻ D വിധേയത്തിൽ എന്നിവർ പ്രസംഗിച്ചു. കവിതകളുമ്പുന്ന ഭാഷയിലായിരുന്നു വാശിയുടെ പുസ്തകം. അദ്ദേഹം ഹരിവംശറായ ബച്ചനെയും അതുപോലെയുള്ള പ്രമുഖരുടെ കവിതകളെല്ലാം ഉദ്ധരിച്ചാണ്, കബീർദാസിനെ ഉദ്ധരിച്ചാണ്, തുളസി രാമായണത്തിലെ വരികൾ ഉദ്ധരിച്ചാണ് അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം നിശബ്ദമായി നിൽക്കുമ്പോൾ ആ മൗനത്തിന് പോലും അർത്ഥങ്ങൾ ഉണ്ടായിരുന്നുവെന്നായിരുന്നു പത്രങ്ങൾ എഴുതിയത്. ആ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് BJP ഇന്ത്യ തുടങ്ങുന്നു എന്നുള്ള പരസ്യം പ്രചരിപ്പിച്ചു. വേണ്ടോ, ഇന്ത്യ ഷൈനിങ് എന്നാണ് ഇംഗ്ലീഷ്. ചാലക്കുടി നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ വെറും പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാനകളും തോടുകളും മാലിന്യം കൊണ്ട് നിറഞ്ഞുകിടക്കുകയാണ്. ആരോഗ്യ വിഭാഗം തികച്ചും പരാജയമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മാസങ്ങളായി ശുചീകരണ ജോലികൾ ആരംഭിച്ചെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുകയും തുടർ നടപടികളൊന്നും തന്നെ നടക്കാത്ത അവസ്ഥയാണ് ചാലക്കുടി നഗരസഭയിലെന്നും പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ആരോപിച്ചു. ശുചീകരണ ജോലികൾ അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു. നിർമ്മാണ ജോലികൾ പ്രതിപക്ഷാംഗങ്ങൾ നേരിട്ട് നടത്തുമെന്നും ഇതിനായി വേണ്ട തുക നാട്ടുകാരിൽ നിന്നും സമാഹരിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, VJ ജോജി, TD എലിസബത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ കേരളവും ചാലക്കുടിയും കടുത്ത ചൂടിലാണ്. നമ്മുടെ മുൻകാലഘട്ടത്തിലൊക്കെ കടുത്ത ചൂട് അനുഭവിക്കുന്നതോടൊപ്പം നമുക്ക് വർഷകാലത്ത് നല്ല മഴയും കിട്ടാറുണ്ട്. ആ നല്ല മഴ വരുന്നതിന് മുന്നായിട്ട് ചാലക്കുടി നഗരസഭ കാനകളും മറ്റു വലിയ തോടുകളും എല്ലാം വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി, വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി വൃത്തിയാക്കുന്ന ഒരു ശീലം നഗരസഭയ്ക്കുണ്ട്. ഇപ്പോൾ 2-3 വർഷമായിട്ട്, അതിൽ പ്രത്യേകിച്ച് 2 വർഷമായിട്ട് ഈ കാര്യങ്ങൾ യാതൊരു ശ്രദ്ധ കൊടുക്കാറില്ല. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെ JCB കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഹിറ്റാച്ചി കൊണ്ടുവന്ന് തോണ്ടുക എന്നല്ലാതെ ഒരു മഴക്കാല ശുചീകരണ പ്രവർത്തനം അത് ഒരു ദീർഘവീക്ഷണത്തിലൂടെ ചെയ്യാനായിട്ട് നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നെല്ലായി മേഖല തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. നെല്ലായിൽ നടത്തിയ പൊതുസമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു.
നേതാക്കളായ PM നിക്സൺ, PV ലാലു, EK അനൂപ് എന്നിവർ സംസാരിച്ചു. ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ചില വിശകലന റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അത് BJPക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകളാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമാണ്. ഏത് മതക്കാരാവട്ടെ, അത് മുസ്ലിം ആവാം, ഹിന്ദു ആവാം, ക്രിസ്ത്യൻ ആവാം, ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഇടതുപക്ഷ ശൈലിയെ ശക്തിപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ നിങ്ങൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് മാത്രം ഈ സന്ദർഭം. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 21 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചകളിൽ ക്യാമ്പ് നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാന്റെ പ്രചരണാർത്ഥം പ്രിയങ്ക ഗാന്ധി എറിയാടിലെത്തി. 12 മണിയോടുകൂടിയാണ് പ്രിയങ്ക സമ്മേളനം നടന്ന ചേരമൻപറമ്പ് മൈതാനിയിലെത്തിയത്. പ്രിയങ്കയെ നേരിൽ കാണുന്നതിനും പ്രസംഗം കേൾക്കുന്നതിനുമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് എറിയാടിലേക്കെത്തിയത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പ്രിയങ്ക പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടു. PJ ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ, TN പ്രതാപൻ MP, MLA മാരായ റോജി M ജോൺ, അൻവർ സാദത്ത്, സനീഷ് കുമാർ ജോസഫ്, എൽദോസ് കുന്നംപള്ളി, മുൻ MP KP ധനപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ജോസ് വള്ളൂർ, അബ്ദുൾ മുത്തലീബ്, CA റഷീദ്, MK അബ്ദുൾ സലാം, മുജീബ് റഹ്മാൻ, സാദിഖ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. It takes the force of a storm, rattling the rafters of our homes, its gusts shaking down the roofs of our aspirations and gutting our foundations, for us to awaken from our complacency and gather the strength to protect the ideals we believe in. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ കടുക്കോലുകൾ ഇളക്കി കഴിയുന്ന കൊടുങ്കാറ്റുകൾ നമുക്ക് വേണം. നമ്മുടെ ഇളക്കി മറിക്കുന്ന നമ്മുടെ വീടിനെ, നമ്മുടെ പ്രതീക്ഷകളെ, നമ്മുടെ അഭിലാഷങ്ങളെ ഇളക്കി മറിക്കുന്ന ചില കൊടുങ്കാറ്റുകളും കാറ്റുകളും നമ്മുടെ അടിത്തറ ഇളക്കുന്ന ചില സാഹചര്യങ്ങളും വേണം. എല്ലാം ശരിയാണ്, ഇപ്പോഴത്തെ അവസ്ഥ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിൽ നിന്ന് നമ്മളെ പുറത്ത് ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ശ്രേഷ്ഠമായ ഭരണഘടനയുമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ മുന്നിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും തുല്യരാണ്. ആ തുല്യതയാണ് ഇന്ത്യൻ പൗരന്റെ ഏറ്റവും വലിയ അവകാശം. നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്, നമ്മുടെ മൗലികാവകാശമാണ്. ആ ജന്മാവകാശമായ പൗരത്വത്തെ, മൗലികാവകാശമായ പൗരത്വത്തെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാൻ മോഡി ശ്രമിക്കുമ്പോൾ പ്രിയങ്കാജിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നു: പൗരത്വത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ വൈക്കോലിന് വിലയില്ല, കുടില് കെട്ടി പ്രതിഷേധം. വിളവിനൊപ്പം കർഷകർക്ക് ചെറിയൊരു ആശ്വാസമായിരുന്ന വൈക്കോലിന്റെ വിലയിടിവിൽ പ്രതിഷേധിച്ച് കുടിൽ കെട്ടി പ്രതിഷേധം. വിറ്റുപോകാതിരിക്കുന്ന വൈക്കോൽ ഉപയോഗിച്ച് പാടത്തിനോട് ചേർന്നാണ് കുടിൽ കെട്ടിയത്. കൊരട്ടി സ്വദേശി നാലപ്പാട്ട് ജോർജാണ് കർഷകന്റെ നൊമ്പരം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. മാന്യമായ വില കിട്ടിയില്ലെങ്കിലും കിട്ടിയ വിലയ്ക്ക് വിറ്റും ശേഷിച്ച വൈക്കോലിലധികവും പറമ്പിൽ തന്നെ സൂക്ഷിക്കേണ്ടി വന്നതുമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. പാടത്തിന് കരോട്ട് നിന്ന് ലഭിച്ച പാഴ്വസ്തുക്കളും ഈറ്റക്കമ്പുകളും ഉപയോഗിച്ചാണ് കുടിൽ കെട്ടിയത്. 15 മുതൽ 20 വരെ രൂപ വില ലഭിച്ചിരുന്നിടത്ത് കെട്ടിന് 10 മുതൽ 13 രൂപ വരെയാണ് ഇത്തവണ ലഭിച്ചത്. വില കുറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഐഡിയ ആണ്. വൈക്കോൽ വളരെ നിസ്സാരമായ വിലയ്ക്ക് പോകുന്നു. അതുകൊണ്ട് ഞാൻ ഒരു വൈക്കോൽ കൊണ്ട് ഒരു കൂര ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തു. സ്വയമായിട്ട് തന്നെ എടുത്തു. ഹെൽപ്പിങ്ങിന് ഒരു ചെറിയ ആൾക്കാരുണ്ടായിരുന്നു. ചെങ്ങാലൂരിൽ വീട്ടുമുറ്റത്ത് നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ഏരിയക്കാടൻ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്നാണ് 5 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. മുറ്റത്ത് പാമ്പിനെ കണ്ട വീട്ടുകാർ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6805 രൂപ, പവന് 54,440 രൂപ.
ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെല്ലും ചാരുതയാ നിറഞ്ഞു നീപ്പൂ സ്വർണശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം കൊടിയിറങ്ങി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. ചാലക്കുടി നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ വെറും പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വൈക്കോലിന് വിലയില്ല, കുടില് കെട്ടി പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.